സാറേ, നമ്മുടെ ഭരണഘടനയിൽ ചില മാറ്റങ്ങളൊക്കെ വേണമെന്ന് RSSൻ്റെ നേതാവ് തന്നെ ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതായത് സോഷ്യലിസം, സെക്യുലറിസം ഇതൊന്നും വേണ്ട. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ എഴുതി ഉണ്ടാക്കിയപ്പോൾ ഇതുണ്ടായിരുന്നില്ല. എന്തായിരിക്കും ഇപ്പോൾ ഇത്തരം ഒരു നിലപാട്? അല്ല, ഇതിൽ ഒരു കാര്യമുള്ള അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയുടെ 50-ാമത്തെ വർഷത്തിൽ അടിയന്തരാവസ്ഥ കാലത്താണ് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ 2 വാക്കുകൾ കൂട്ടിച്ചേർത്തത്. അത് കൂട്ടിച്ചേർത്തത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ചുമ്മാ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അത് സംബന്ധിച്ച് പാർലമെൻറ്റിൽ ചർച്ച പോലും നടന്നിട്ടില്ല. കാരണം അന്ന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാക്കളൊക്കെ ഇല്ല, പാർലമെൻറ്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, എല്ലാ അധികാരവും രാഷ്ട്രപതിക്കുണ്ടായിരുന്നു. രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നു. ആ കാലത്ത് കൂട്ടിച്ചേർത്താണ്. അപ്പോൾ ഇത് ഈ വാക്കുകളൊക്കെ കൂട്ടിച്ചേർക്കണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സുദീർഘമായ ചർച്ചകൾ ഭരണഘടന അസംബ്ലിയിൽ നടന്നിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ. അവിടെ നടന്നപ്പോൾ ആ ചർച്ചയിലെടുത്തൊരു തീരുമാനം ഇതൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രിയാമ്പിളിൽ ഇത് വേണ്ട. കാരണം ഇന്ത്യയുടെ സംസ്കാരത്തിൽ അത് അന്തർലീനമാണ് എന്നുള്ളതാണ്. പക്ഷേ അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേക്കും അടിയന്തരാവസ്ഥയിൽ പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ദിരാഗാന്ധി 2 വാക്കുകൾ കൂട്ടിച്ചേർത്തത്. ഇത് നിർവചിച്ചിട്ടില്ല, ഇത് ചർച്ച ചെയ്തിട്ടില്ല. ഒരു വാക്ക് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അത് നിർവചിക്കാതെ കൂട്ടിച്ചേർത്താൽ അതുണ്ടാക്കാവുന്ന പൊല്ലാപ്പ് എത്രയായിരിക്കും? വളരെ വലുതാണ്. പിന്നീട് അപ്പോൾ ഇതിന് വേറൊരു പശ്ചാത്തലവും കൂടിയുണ്ട്. മറ്റേ ശിവരാമഭാരതി ആ കേസ്, ശിവരാമഭാരതി എന്നാണ്, അല്ലല്ല, മറ്റേ ഇത് ഈ ഭരണഘടനയുടെ എസെൻഷ്യൽ ആസ്പെക്ട്സ്, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ കൊണ്ടുവന്നൊരു നിയമമുണ്ട്. ആ ബേസിക് സ്ട്രക്ചറിൻ്റെ നിയമം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സുപ്രീം കോടതിയിൽ 13 അംഗ ബെഞ്ചിൽ 7-6 എന്ന ഡിവിഷനിൽ 7 പേര് ചേർന്നിട്ട് ഇങ്ങനെ ഒരു ബേസിക് സ്ട്രക്ചറുണ്ട്. ആ ബേസിക് സ്ട്രക്ചറിൽ ഒന്നും കൂട്ടിച്ചേർക്കരുത്. ആ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രിയാമ്പിളിലാണ് ഉള്ളത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് യാതൊരു മടിയും കൂടാതെ ഇന്ദിരാഗാന്ധി ഇത് കൂട്ടിച്ചേർത്തത്. സുപ്രീം കോടതി ഒന്നും വേണ്ടിയിട്ടില്ല കൂട്ടിച്ചേർത്ത്. ശരിക്കും കണ്ടംപ്റ്റിന് കേസ് എടുക്കണ്ടാണല്ലോ. അതെ. പക്ഷെ എന്തുകൊണ്ട് എടുത്തില്ല? അതിനൊരു കാരണമുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് ഈ ഭരണഘടനയിൽ എന്തെങ്കിലും അമെൻമെൻറ്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് വരുത്താനുള്ള അവകാശം ആർട്ടിക്കിൾ 368 അനുസരിച്ചിട്ട് പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. പാർലമെൻറ്റിൽ അത് മാറ്റാൻ പറ്റുള്ളൂ, മാറ്റാൻ പറ്റും. പാർലമെൻറ്റിനുള്ള പ്രത്യേക അധികാരമാണത്. നമ്മുടെ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ വേറെ ഒരു സ്ഥാപനത്തെയും, ജുഡീഷ്യറിയെയോ എക്സിക്യൂട്ടീവിനെയോ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ഇവർക്കൊക്കെയാണ് അവകാശം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതിനു വേണ്ടി ഒരു ബില്ല് കൊണ്ടുവരികയും ആ ബില്ല് പാർലമെൻറ്റിൻ്റെ രാജ്യസഭയും ലോകസഭയും 3/2 ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കിയിരിക്കണം. അതുമാത്രം പോരാ, അനുച്ഛേദം 54, 55, 73, 162, 241, അധ്യായം 4 ഭാഗം 3, അധ്യായം 5 ഭാഗം 6, ചാപ്റ്റർ 1 ഇതൊക്കെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളുടെയും അംഗീകാരം ഉണ്ടായിരിക്കണം. ഇതാണ് ഭരണഘടന അമെൻമെൻറ്റ് നടത്താനുള്ള നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ. സുപ്രീം കോടതിക്ക് ഇതിനകത്ത് അധികാരമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരും, അപ്പോൾ ഭരണഘടനയുടെ ഒരു ബേസിക് സ്ട്രക്ചർ ഭരണഘടനയ്ക്കുണ്ട് എന്നുണ്ടെങ്കിൽ അക്കാര്യം ഭരണഘടനയിലല്ലേ പറയേണ്ടത്? അതെ. ഭരണഘടന അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ ബേസിക് സ്ട്രക്ചർ എന്നൊരു കാര്യം ഭരണഘടനയിൽ പറയാതിരിക്കുകയും സുപ്രീം കോടതി ഇങ്ങനെ ഉണ്ട് എന്ന് പറയുകയും ചെയ്തത് അത്ര മര്യാദയുള്ളൊരു കാര്യമായിട്ട് എനിക്കിപ്പോഴും തോന്നുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ വേണം, ആ നിലക്ക് കൂടി നേർത്തിട്ട് അതിനാവശ്യമായ അമെൻമെൻറ്റ് പാർലമെൻറ്റിൽ വരുത്താൻ പറഞ്ഞ് നിർദ്ദേശം കൊടുക്കാം പാർലമെൻറ്റിന്.
അതല്ലാതെ ഞങ്ങൾ തന്നെ അങ്ങ് ചെയ്തു കളയാം എന്ന് കരുതി ചെയ്തതാണത്. ഇനി അതിൻ്റെ യുക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്കാരായ നമ്മൾ എഴുതി ഉണ്ടാക്കി നമുക്ക് സമർപ്പിച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എഴുതി ഉണ്ടാക്കിയതാണ്. നമ്മൾ എഴുതി ഉണ്ടാക്കിയതിൽ മാറ്റം വരുത്താൻ നമുക്ക് അവകാശം വേണമല്ലോ. അതെ, വേറെ ആർക്കാണ് അവകാശം? നമുക്ക് വേണ്ടി നമ്മൾ എഴുതി ഉണ്ടാക്കി, നമുക്ക് വേണ്ടി നമ്മൾ എഴുതി ഉണ്ടാക്കി, നമ്മൾ നടപ്പിലാക്കി, നമുക്ക് സമർപ്പിച്ച് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഭരണഘടന ദൈവദത്തമല്ല. ആ ഭരണഘടന സുപ്രീം കോടതിയുടെ കനിവോടുകൂടി ഉണ്ടായതല്ല. ആ ഭരണഘടന എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും പിന്നെ ലെജിസ്ലേച്ചറിനും എല്ലാം പ്രത്യേകം അധികാരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിൽ ഭരണഘടന അമെൻമെൻറ്റ് നടത്താനുള്ള ഒരു അവകാശവും അവർക്കില്ല. അവർക്ക് ആകെ കൊടുത്തിരിക്കുന്നത് പാർലമെൻറ്റ് നടത്തിയ ഭരണഘടന അമെൻമെൻറ്റ് ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള അവകാശം മാത്രമാണുള്ളത്. അതല്ലാതെ ഞങ്ങളിതാ ഇത് അങ്ങനെയല്ല ഇവർ ചെയ്തത്. ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഭരണഘടനയ്ക്കൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ കാര്യം തന്നെ പാർലമെൻറ്റ് വിശദമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് എൻ്റെ വാദം. അത് വേണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് വേണം എന്നുണ്ടെങ്കിൽ അത് ഭരണഘടനയുടെ ഭാഗമാക്കി ഉൾപ്പെടുത്തുകയും അത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളൊരു നിയമനിർമ്മാണവും വേണം. ആ നിയമത്തിൽ അമെൻമെന്റ് നടത്തണമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇതിൽ ചർച്ച ചെയ്ത് ഒരു ഭൂരിപക്ഷ അഭിപ്രായത്തിലേക്ക്, ഭൂരിപക്ഷമില്ല, 2/3 ഭൂരിപക്ഷം. പിന്നെ സംസ്ഥാനങ്ങളുടെ 16 ഇപ്പോഴാണെങ്കിൽ 18 സംസ്ഥാനങ്ങളുടെ അംഗീകാരം. ഇത്രയും അംഗീകാരം കിട്ടിയാലേ ഇത് ഫലത്തിൽ വരുള്ളൂ. അപ്പോൾ ഒരു ഭരണഘടന അമെൻമെൻറ്റ് നടത്താൻ പാർലമെൻറ്റിന് അവകാശം കൊടുക്കുമ്പോൾ തന്നെ ഭരണഘടനാ നിർമ്മാതാക്കൾ എത്രയോ ശ്രദ്ധ പുലർത്തിയിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അല്ല, വെറുതെ അങ്ങോട്ട് പോയിട്ട് അമെൻമെൻറ്റ് നടത്തരുത്. നിങ്ങൾ ഇന്നതൊക്കെ ചെയ്തിട്ടേ നടത്താൻ പാടുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നടത്തി കഴിഞ്ഞാൽ ആ നടത്തിയ സാധനം നമുക്ക് ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളൊരു സൗകര്യമുള്ള സമയത്ത് ഈ സുപ്രീം കോടതി കയറിയിട്ട് ഒരു ബേസിക് സ്ട്രക്ചർ, ആ ബേസിക് സ്ട്രക്ചർ ഭരണഘടന കൊണ്ടെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഭരണഘടന അമെൻമെൻ്റാണ്. ഭരണഘടന ഇതുവരെ ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ ഭരണഘടനയിൽ ഇതുവരെ ഇല്ലാത്തൊരു കാര്യം ഭരണഘടനയിൽ ഉണ്ട് എന്ന് പറയുന്നത് ഭരണഘടനയുടെ അമെൻമെൻറ്റ് തന്നെയാണ്. ആ അമെൻമെൻ്റാണ് നടത്തിയിരിക്കുന്നത്. അത് സത്യത്തിൽ ഭരണഘടനാ വിരുദ്ധമല്ലേ എന്നൊരു സംശയം ന്യായമാണ്. ഇനി സെക്കുലർ എന്നുള്ളൊരു വാക്ക് ഏത് അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. പാശ്ചാത്യ സങ്കല്പത്തിൽ സെക്കുലർ എന്ന് പറഞ്ഞാൽ അനീശ്വരം എന്നാണ് അർത്ഥം. ദൈവവും മതവും ദൈവവുമായി സംബന്ധിച്ച ആചാര അനുഷ്ഠാനങ്ങൾ ഒന്നും സ്പർശിക്കാത്തതാണ് സെക്കുലർ എന്ന് പറയുന്നത്. സെക്കുലർ എന്നുള്ളൊരു വാക്ക് അതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഭരണഘടനയിൽ. സെക്കുലറായിട്ടുള്ള കാര്യങ്ങളിൽ മതത്തെക്കുറിച്ച് പറയുമ്പോൾ സെക്കുലറായിട്ടുള്ള കാര്യങ്ങളിൽ ഭരണഘടനയ്ക്ക് ഇടപെടാം, പക്ഷേ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ മറ്റുള്ളവരെ എക്സിക്യൂട്ടീവ് ഇടപെടാനും പാടില്ല. അപ്പോൾ സെക്കുലർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന ഈ സെക്കുലർ എന്ന് പറഞ്ഞാൽ സർവമത സമഭാവനയാണ് എന്നാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. സർവമത സമഭാവന അംഗീകരിക്കുന്ന ലോകത്തിലെ ഏക മതം ഹിന്ദുമതം, സനാതനധർമ്മം മാത്രമാണ്. ഇസ്ലാം സർവമത സമഭാവന അംഗീകരിച്ചിട്ടില്ല. ക്രിസ്തുമതം സർവമത സമഭാവന അംഗീകരിച്ചിട്ടില്ല. യഹൂദമതം സർവമത സമഭാവന അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ എബ്രഹാമിക് റിലീജിയൻ എന്ന് പറയുന്ന പ്രവാചക മതങ്ങൾ ഒന്നും തന്നെ സർവമത സമഭാവന അംഗീകരിച്ചിട്ടില്ല അവരുടെ മതപരമായ വിശ്വാസത്തിൽ. അത് തെറ്റോ ശരിയോ എന്നുള്ളതിനെക്കുറിച്ചല്ല ഇവിടെ ചർച്ച. അവരുടെ മതപരമായ വിശ്വാസത്തിൽ അവർക്ക് മറ്റ് മതങ്ങൾ തുല്യമാണ് എന്ന് അംഗീകരിക്കാൻ നിർവാഹമില്ല. കാരണം ഈ അന്ത്യപ്രവാചകനിലും അല്ലാഹുവിലും അന്ത്യപ്രവാചകനിലും ഖുറാനിലും മാലാഖയിലും ഒക്കെ വിശ്വസിച്ച് അന്ത്യവിധിയിലും ഒക്കെ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ അത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഉള്ള ഒരേ ഒരു മതമെന്നും ബാക്കിയൊക്കെ ഹറാമാണ് എന്നും പറയുന്ന ഇസ്ലാമിന് സർവമത സമഭാവന സ്വീകരിക്കാൻ സാധ്യമേ അല്ല. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ലോകത്തിൻ്റെ വിമോചനം എന്ന് വിശ്വസിക്കുന്ന ക്രിസ്തു മതത്തിനും അത് സാധ്യമല്ല. അത് തെറ്റോ ശരിയോ എന്നല്ല, അവർക്ക് സാധ്യമല്ല. കാരണം അതിലാണെങ്കിൽ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും, അത് കഴിഞ്ഞാൽ
ഫെയ്ത്ത്, ഹോപ്പ്, ലവ് ഇതിലുമൊക്കെ വിശ്വസിച്ച് ആ വിശ്വാസ പ്രമാണം അനുസരിച്ച് യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി കരുതി, ഒരേ ഒരു രക്ഷകനായി കരുതി ജീവിക്കണം. അതാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഈ വിശ്വാസങ്ങൾക്കൊന്നും തന്നെ ഇത് സർവമത സമഭാവന അംഗീകരിക്കാൻ പറ്റില്ല. സർവമത സമഭാവന അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മതപരിവർത്തനത്തിന് സ്കോപ്പില്ല. കാരണം എല്ലാ മതങ്ങളും തുല്യമാണെങ്കിൽ പിന്നെ എന്തിനാ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ മതങ്ങൾ മതപരിവർത്തനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. മതപരിവർത്തനത്തിൽ വിശ്വസിക്കുന്ന ഈ മതങ്ങൾക്ക് സർവമത സമഭാവന അംഗീകരിക്കാൻ സാധ്യമേ അല്ല, അവരുടെ മതവിശ്വാസം അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇവർ സെക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സർവമത സമഭാവനയാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സർവമത സമഭാവന കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നും അങ്ങനെയാണ് അത് ഭരണഘടനയിൽ വന്നു കഴിഞ്ഞാൽ ആ സർവമത സമഭാവനക്ക് വിരുദ്ധമായ ആശയങ്ങളും ജീവിത രീതികളുമുള്ള മതങ്ങളെ പിന്നെ അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം ഭരണഘടന അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അതെ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഭാരതത്തിൻ്റെ സ്വാഭാവികമായ സംസ്കാരത്തിൽ, അത് സനാതനധർമ്മ സംസ്കാരത്തിൽ ഈ സർവമത സമഭാവന ഉണ്ട് എന്ന് മാത്രമല്ല, ലോകത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. യഹൂദന്മാർ ആക്രമിക്കപ്പെടാത്ത ഏക രാജ്യമാണ് ഭാരതം. വന്ന എല്ലാ മതങ്ങൾക്കും, അത് പാർസി മതത്തിന്, യഹൂദ മതത്തിന്, ക്രിസ്തു മതത്തിന്, അതിനുശേഷം വന്ന ഇസ്ലാം മതത്തിന്, പിന്നീട് അവസാനം ഉണ്ടായ മതമാണ് കമ്മ്യൂണിസം, അതിനുമൊക്കെ ഇടം കൊടുത്തൊരു സംസ്കാരമുണ്ട്. അത് ഭാരതത്തിൻ്റെ അന്തർലീനമായ സംസ്കാരമാണ് എന്നും അതുകൊണ്ട് ഇത് എഴുതി ചേർക്കണ്ട എന്നുമാണ് തീരുമാനിച്ചത്. ഇനി രണ്ടാമത്തെ കാര്യം സോഷ്യലിസം. എന്താണ് ഈ സോഷ്യലിസം എന്ന് വ്യക്തമാക്കണ്ടേ? ഇന്ദിരാഗാന്ധി സോഷ്യലിസം എഴുതി ചേർക്കുന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ സോഷ്യലിസമായിരുന്നു മോഡല്. ഇന്നിപ്പോൾ ആ രീതിയിലുള്ള സോഷ്യലിസം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരിടത്തും ഇല്ല. എല്ലായിടത്തും തകർന്നു പോയി. അപ്പം ചൈനയിലുള്ളത് സോഷ്യലിസം അല്ല, ക്യാപിറ്റലിസം അല്ലേ? അതെ, ക്യാപിറ്റലിസമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സോഷ്യലിസം എന്ന് വാക്ക് തന്നെ അപ്രസക്തമായി ഒരു സമയത്ത് അതിവിടെ ചേർത്തേക്കാണ്. റഷ്യൻ ഇപ്പോൾ സോവിയറ്റ് ഭരണഘടനയിൽ നിന്ന് അത് മാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞ്, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്നെല്ലാം സോഷ്യലിസം മാറ്റപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ചൈനയുടെ ഭരണഘടനയിൽ സോഷ്യലിസമാണോ കമ്മ്യൂണിസമാണോ ഉള്ളതെന്നുള്ള കാര്യം നോക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ സോഷ്യലിസം എന്തിനെ? അത് ചർച്ച ചെയ്യാനേ പറ്റില്ല എന്നൊരു സമീപനം ശരിയാണോ? അല്ല, അത് ചർച്ച ചെയ്യട്ടെ. ഇത് നിയമപരമായിട്ടും യുക്തിയും അനുസരിച്ച്, നിയമവും യുക്തിയും അനുസരിച്ച് ഇത് നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് ജനങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ. അതെ. മറ്റേ കോൺഗ്രസ് പറയണത് ചർച്ച ചെയ്യാനേ പാടില്ലെന്നാണ്. അതെങ്ങനെയാണ്? നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞ ഒരു ജീവിത രീതി 50 കൊല്ലം കഴിഞ്ഞിട്ടും കോൺഗ്രസ്സുകാർ പറയണ ഇതിനെക്കുറിച്ച് നിങ്ങൾ നാവടക്കിയിരിക്കൂ, നിങ്ങൾ പണിയെടുക്കൂ, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാരും അത് തന്നെ പറയുന്നത്. അപ്പോൾ RSSൻ്റെ നേതാവ് ഹൊസബിളയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന ഒറ്റ കാര്യം കൊണ്ട് ഇത് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടരുത് എന്ന് പറയുന്നത് ധിക്കാരമാണ്. ഇത് ചർച്ച ചെയ്യട്ടെ. ഈ വാക്കുകൾ വേണോ വേണ്ടയോ എന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചതിന് ശേഷം ഇത് വേണ്ടെങ്കിൽ തള്ളിക്കളയുന്നു, വേണമെങ്കിൽ സ്വീകരിക്കൂ. അല്ലാതെ ഇത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥക്കാലത്ത് തിരികെ ചേർത്തതാണ്, അതുകൊണ്ടത് മാറ്റാനേ പാടില്ല എന്ന് ഇവർ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അംഗീകരിക്കാൻ പറ്റില്ല. അത് ശരിയല്ല. അതുപോലെ തന്നെയാണ് ഞാൻ ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പരമാധികാരം ഭരണഘടനക്കാണ്. ഞാനും പറയുന്നത് പരമാധികാരം ഭരണഘടനക്കാണ്. ആ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ഇതടക്കം അമെൻമെൻറ്റ് നടത്താനുള്ള വഴികളുണ്ട്, അധികാരമുണ്ട്. ആ അധികാരവും വഴികളും ഉള്ളവരിത് ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.